ശ്രീ കൊന്നി ഗോപകുമാർ, ഈ 2026 അടുക്കും തോറും കോൺഗ്രസ്സുകാർ വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ തരംഗമുണ്ട് എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് അധികാരത്തിലേക്ക് അടുക്കുകയാണ് എന്നവർ മനസ്സിലാക്കുന്നു. പക്ഷെ അങ്ങനെ അധികാരത്തിലേക്ക് അടുക്കും തോറും കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി രൂപം കൊണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തിന് നിരവധി ഭൈമീ കാമുകന്മാരുണ്ട്. ഇപ്പോൾ NSS രമേശ് ചെന്നിത്തലയെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചെന്നിത്തലയ്ക്ക് ഇങ്ങനെയൊരു ഭാഗ്യം സംഭവിക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ? അതെ 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 ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഭൗമി കാമുകന്മാരിലെ ഒന്ന് VD സതീശനാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവാണ്, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലെയിമാണ് മുഖ്യമന്ത്രി എന്നുള്ളത്. ഇനിയും ഒരു രണ്ടാം അംഗത്തിന് ഒരു സമയമില്ലാതെ നിൽക്കുന്ന ഒരാളാണ് KC വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഞാൻ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകണം, അപ്പോൾ എങ്ങനെയെങ്കിലും മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഒന്ന് കഴിഞ്ഞുകൂടാമെന്നുള്ളതാണ് KC വേണുഗോപാലിൻ്റെ ഒരാഗ്രഹം. അപ്പം രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹാശിസുകളോടെ 26 കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുന്ന ഹൈക്കമാൻഡ്, അവർക്കെല്ലാം ഹൈക്കമാൻഡാണല്ലോ, അപ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അന്ന് എവിടെയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വെച്ചാൽ മതി, എവിടെയെങ്കിലും ഒരാളെ രാജിവെച്ച് അവിടെ മത്സരിച്ച് മുഖ്യമന്ത്രി ആയിക്കൊണ്ട് തന്നെ മത്സരിക്കാമല്ലോ, അച്യുതമേനോൻ അങ്ങനെ മത്സരിച്ച ആളാണല്ലോ. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയാകാം എന്ന് കണക്ക് കൂട്ടുന്ന ആളാണ് KC വേണുഗോപാൽ. പിന്നുള്ളതൊന്ന് രമേശ് ചെന്നിത്തലയാണ്. നമ്മൾ ഈ 3 പേരെ എടുത്താൽ KC വേണുഗോപാൽ ഇപ്പോൾ ക്ലെയിം കൊണ്ടുവരാൻ സാധ്യതയുള്ള സുധാകരന് അതിന് പറ്റുന്ന ആളായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രോബ്ലം അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സുധാകരന് ഇനി ഒരു മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ഒരു അവകാശവാദം ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിലനിൽക്കുന്നതിൽ ഇവരൊക്കെയാണ് 3 പേര്. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് നോട്ടമിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകൾ. നിഷ്പക്ഷമായി പറഞ്ഞാൽ ഈ 3 പേരിൽ മുഖ്യമന്ത്രി പദവിക്ക് ഏറ്റവും അനുയോജ്യനായ ആൾ രമേശ് ചെന്നിത്തല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് കാരണമുണ്ട്. മുരളീധരന് യോഗ്യനാണ്. മുരളീധരന് യോഗ്യനാണെന്ന് അങ്ങ് പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം, കേരളത്തിൽ 3 പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആളാണ് മുരളീധരൻ. അദ്ദേഹം ഡിക്കിൻ്റെ അധ്യക്ഷനായിരുന്നു, NCPയുടെ അധ്യക്ഷനായിരുന്നു, KPCC പ്രസിഡന്റുമായിരുന്നു. അപ്പോൾ മുരളീധരനെ ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയാകാനുള്ള ക്ലെയിം എങ്ങനെ ചെയ്യാൻ ഒക്കും? അതിന് മുരളീധരൻ അയോഗ്യനാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങയിൽ നിന്ന് വ്യത്യസ്തമായ എൻ്റെ ഒരു അഭിപ്രായം, കോൺഗ്രസ്സിലെ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും. അവരെക്കാൾ എന്ത് മഹത്വമാണ് മുരളീധരനുള്ളത്? മുരളീധരൻ ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി പദവിക്ക് അയോഗ്യനാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അദ്ദേഹം പരിക്കുമായിട്ടെന്നുള്ള രണ്ടാമത്തെ കാര്യം. പിന്നെ മുരളീധരന് പണ്ടുണ്ടായിരുന്നൊരു ഇമേജ് ശരിക്കും പറഞ്ഞാൽ ഇമേജ് ഇല്ല, അതാണ് വാസ്തവം. കരുണാകരൻ്റെ മകനാണെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. മുരളീധരനെ അന്ന് വരുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കിങ്ങിണിക്കുട്ടനായിട്ടാണല്ലോ വരുന്നത്. പിന്നെ ഈ മാധ്യമങ്ങളും കോൺഗ്രസും മുരളീധരനെ വളർത്തിയെടുത്ത കോൺഗ്രസ് അല്ലേ. മറ്റവരൊക്കെ ഫൈറ്റ് ചെയ്ത് വന്നപ്പോൾ പിൻവാതിലിലൂടെ സേവാദളിൽ വന്നിട്ട് നേരെ അങ്ങ് പോയി KPCC പ്രസിഡൻ്റായ ആളാണ് മുരളീധരൻ. എപ്പോഴും അങ്ങനെ അനുകൂലമായൊരു സാഹചര്യം ഒരാളെ അങ്ങനെ പരിലാളിച്ചുകൊണ്ട് ഇരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാലഗോപാലിനെ അങ്ങനെ എണ്ണ തേപ്പിച്ച് മുഖ്യമന്ത്രിയാക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല വളരെ ചെറിയ പ്രായത്തിൽ MLA ആയ ആളാണ്, മന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്നു. KSUവിൽ വന്നു, NSUവിൽ വന്നു, യൂത്ത് കോൺഗ്രസിൽ വന്നു, കോൺഗ്രസിൽ വന്നു, KPCC പ്രസിഡന്റ്. അങ്ങനെ ആയ ആളുകൾ എത്ര പേരുണ്ട്? ഒരാൾ KSUവിൽ തുടങ്ങി KPCC പ്രസിഡന്റ് ആയ ആൾ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് രമേശ് ചെന്നിത്തലയ്ക്കുള്ളൊരു ട്രാക്ക് റെക്കോർഡ് ആർക്കാണ് അവകാശപ്പെടാൻ പറ്റുന്നത്? ഇനി 2 ഭരണരംഗത്താണെങ്കിൽ നല്ല ആഭ്യന്തരമന്ത്രിയായിരുന്നല്ലോ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയെക്കുറിച്ച് മോശമൊന്നും പറയാൻ നമുക്കില്ലല്ലോ. പിന്നെ ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിന്ദിയും വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇരിക്കുന്ന പല ദേശീയ നേതാക്കന്മാരും രമേശ് ചെന്നിത്തലയുടെ ജൂനിയർമാരാണ്. അതായത് ഇപ്പോൾ മമതാ ബാനർജി ബംഗാളിൽ, അത് കോൺഗ്രസ് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായിരുന്നു. തെലങ്കാനയിലെ ചന്ദ്രശേഖർ റാവു അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായിരുന്നു. രേവന്ത് റെഡ്ഡിയൊക്കെ ഈ അടുത്ത സമയത്ത് വന്ന ആളാണ്. അപ്പോൾ എവിടെ നോക്കിയാലും കോൺഗ്രസ്സിലെ ഏതൊരു നേതാവിനെ എടുത്താലും അവർ രമേശ് ചെന്നിത്തലയോട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യൻ ഫുട്ടിങ്ങിൽ കവറേജ് ഉള്ള ഒരാളാണ്.
മറ്റൊന്ന്, രമേശ് ചെന്നിത്തല ഭരണരംഗത്ത് മികവ് കാണിച്ച ഒരാളാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം, അദ്ദേഹത്തിന് പറ്റിയ മണ്ടത്തരാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ ചില ആളുകൾ ചിലരെ സപ്പോർട്ട് ചെയ്താൽ അത് വലിയ നാശത്തിലേക്ക് പോകും. സുകുമാരൻ നായർ ആരെ പിന്താങ്ങുന്നു അവരുടെ കാര്യം ഏതാണ്ട് കട്ടപ്പുകയാണ്. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നായർ സമുദായം ഏറ്റവും വെറുക്കുന്ന നേതാവാണ് സുകുമാരൻ നായർ. അതിപ്പോഴും BJPക്ക് മനസ്സിലായില്ല, കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായില്ല. ഇവരുടെ വിചാരം നേരെ പോയി പെരുന്നേ ചെന്ന് സുകുമാരൻ നായരുടെ അനുഗ്രഹം വാങ്ങിച്ചാൽ നായന്മാരെല്ലാം വോട്ട് ചെയ്യുമെന്നാണ്. ഇതൊരു വിഡ്ഢിത്തമാണ്. അങ്ങനെ സുകുമാരൻ നായർ അനുഗ്രഹിച്ചാൽ ജയിക്കുമായിരുന്നെങ്കിൽ 2019 ശബരിമല വിഷയം കത്തി നിൽക്കുന്ന ആ ഘട്ടത്തിൽ കോന്നിയിലും വട്ടിയൂർക്കാവിലും UDF സ്ഥാനാർത്ഥി ജയിക്കണ്ടേ? അത് UDFൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ലേ? ഞാൻ കോന്നിക്കാരനാണ്. കോന്നിന മോഹൻരാജ് വെറുതെ തന്നെ ഒരു പക്ഷേ രക്ഷപ്പെട്ടു പോയിന്. സുകുമാരൻ നായർ സപ്പോർട്ട് ചെയ്യുകയും സുകുമാരൻ നായർ ഇദ്ദേഹത്തെ ജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടുകൂടിയാണ് മോഹൻരാജ് അവിടെ പരാജയപ്പെട്ടു പോയത്. വട്ടിയൂർക്കാവിലും അതാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത്, ഇവിടെ നായർ സമുദായത്തിൻ്റെ നേതാവെന്ന് പറയുന്ന ഒരാളിനെ ജനം അങ്ങനെ എടുക്കത്തില്ല. നായർ സമുദായം അംഗീകരിക്കുന്ന ഒരാളാണ് വേണ്ടത്. NSSൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നായർ സമുദായം അംഗീകരിക്കുന്ന ആളെന്നല്ല. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം നായർ സമുദായം അംഗീകരിക്കുന്ന ആളായിരുന്നു. മന്നത്ത് പത്മനാഭന് NSSൻ്റെ ഒരു ചെറിയ ഫ്രെയിമിൽ നിൽക്കുന്ന ആളല്ല. മന്നത്ത് പത്മനാഭന് വലിയൊരു പേഴ്സണാലിറ്റിയാണ്. നവോത്ഥാന നായകന്മാരിൽ ഒരാളായിരുന്നു. പിന്നെ നായർ സമുദായത്തിൻ്റെ തന്നെ ഏത് സെക്ടർ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എല്ലാ സമുദായങ്ങളും അംഗീകരിക്കുന്ന ആളായിരുന്നു. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ആളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, അത്തരം ഒരു സമുദായത്തിൻ്റെ ആദരവോ പിന്തുണയോ ഇല്ലാത്ത സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് ഇരുത്തണം എന്നാവശ്യപ്പെട്ടപ്പോൾ പൊതുവേ നായർ സമുദായത്തിൽ, ഞാൻ ഒരു നായർ സമുദായപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, തോന്നിയത് സുകുമാരൻ നായർക്ക് എന്തൊരു ഹിഡൻ അജണ്ട ഉണ്ടല്ലോ രമേശ് ചെന്നിത്തലയെ വെച്ച്. കാരണം സുകുമാരൻ നായർ ചെയ്യുന്നൊന്നും നായർ സമുദായത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരാൾ രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം രമേശ് ചെന്നിത്തലയോട് തോന്നിയ വികാര സഹതാപമാണ്. ഈ മനുഷ്യന് ഈ സുകുമാരൻ നായരെ കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചപ്പോൾ സഹതാപമൊന്നുണ്ട്, അത് നടക്കുന്ന കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ചു. അതോടുകൂടി ഈ അപകടം രമേശ് ചെന്നിത്തല തിരിച്ചറിഞ്ഞു. അദ്ദേഹം NSSുമായിട്ട് അകന്നു. അപ്പോൾ NSSുമായിട്ട് ഇദ്ദേഹം അകന്നു കഴിഞ്ഞപ്പോൾ നേരെ പോയി സുകുമാരൻ നായർ ശശി തരൂരിനെ പിടികൂടി. ശശി തരൂരിനെ സുകുമാരൻ നായർ പുച്ഛിച്ചു തള്ളിയ ആളാണ്, ഡൽഹി നായർ എന്ന് പറഞ്ഞു. അപ്പോൾ ശശി തരൂരിനെ കൊണ്ടുപോയി ഈ നായർ മന്നം ജയന്തിക്ക് അവിടെ കൊണ്ടിരുന്നു, നായർ സമ്മേളനത്തിൽ. അപ്പോൾ എന്നിട്ട് അദ്ദേഹം വലിയ തറവാടി നായരാണെന്ന് പറഞ്ഞു. അതോടുകൂടി ശശി തരൂരിൻ്റെ ഒരു പൊതു ഇമേജ്, പ്രതിച്ഛായ തരിപ്പണമായി പോയി. അത് അപകടം തിരിച്ചറിഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്. രമേശ് ചെന്നിത്തല വളരെ ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലെങ്കിൽ സുകുമാരൻ നായർ വീണ്ടും രമേശ് ചെന്നിത്തലയെ സ്പോൺസർ ചെയ്യാൻ വന്നാൽ രമേശ് ചെന്നിത്തലയുടെ മുന്നോട്ടുള്ള മാർഗം കല്ല് കരട് കാഞ്ഞിര കുറ്റിയും മുള്ളു മുരുട് മൂർഖൻ പാമ്പും നിറഞ്ഞതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ അനുകൂലിച്ചുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ അതിന് വലിയൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. സുകുമാരൻ നായർ പിന്നെ ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്തു, ഒരു നായർ സമുദായ അംഗം എന്നുള്ള നിലയിൽ, ഓക്കെ. പക്ഷേ വെള്ളാപ്പള്ളി അത് പറഞ്ഞു. വെള്ളാപ്പള്ളി അങ്ങനെ പറയുന്ന ഒരാളല്ല. വെള്ളാപ്പള്ളി ചെന്നിത്തല യോഗ്യനാണ് എന്ന് പറഞ്ഞതിനർത്ഥം ഹിന്ദുക്കൾ, അതായത് ഹിന്ദു മതത്തിൽ പ്രധാനപ്പെട്ട 2 സമുദായ നേതാക്കന്മാർ ഒരു കോൺഗ്രസ് നേതാവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അനുയോജ്യനായ ഒരാളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴേ ഒരു മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ്സിനാണ് എങ്കിൽ കോൺഗ്രസ്സിന് പരിഗണിക്കാൻ കഴിയുന്ന ഏറ്റവും അർഹനായ നേതാവ് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ രമേശ് ചെന്നിത്തല തന്നെയാണ്, മെറിറ്റാണെങ്കിൽ. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തരൂരിനെ നമുക്കറിയാം എടുത്ത് കളയുകയുണ്ടായി, പ്രതിച്ഛായയൊക്കെ നഷ്ടപ്പെട്ടു. VD സതീശനെ ഒട്ട് സുകുമാരൻ നായർ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്, ഉറപ്പല്ലേ? അല്ല, VD സതീശനെ സുകുമാരൻ നായർ അംഗീകരിക്കത്തില്ല എന്നുള്ളതല്ല, VD സതീശനെ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. VD സതീശനെ ആരാണ് അംഗീകരിക്കുന്നത്? VD സതീശനെ KPCC പ്രസിഡന്റ് അംഗീകരിക്കുന്നില്ല, കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നില്ല, കേരളത്തിലെ പൊതുസമൂഹം പോലും നല്ലൊരു പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശനെ കാണുന്നില്ല. VD സതീശൻ്റെ ഓൾട്ടർനേറ്റീവ് ഒന്നുമല്ല. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക പോലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വന്നാൽ കോൺഗ്രസിനകത്ത് വലിയ കലാപം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യനായ ഒരാളാണ് ശശി തരൂർ. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സുകാരത് സമ്മതിക്കില്ല. തന്നെയല്ല, ശശി തരൂർ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ വളരെ മനോഹരമായ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ഭരണപക്ഷത്തിനല്ല തലവേദന സൃഷ്ടിച്ചത്, പ്രതിപക്ഷത്തിനാണ്. പാർലമെൻറ്റിൽ, ലോക്സഭയിൽ എങ്ങനെയാണ് മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ്
ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് സംസാരിക്കേണ്ടത് എന്ന് ശശി തരൂർ കാണിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഈ കോമാളിത്തരം കാണിക്കുന്ന ഈ രാഹുൽ ഗാന്ധി, എനിക്ക് അദ്ദേഹത്തോടെ സഹതാപമല്ല അവജ്ഞയാണ്. ഇതൊന്നുമല്ല ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രതിപക്ഷത്ത് നിന്ന് എത്ര മനോഹരമായിട്ടാണ് ശശി തരൂർ സംസാരിച്ചത്. ശശി തരൂർ സംസാരിക്കുന്ന പോലെ പാർലമെന്റിൽ സംസാരിക്കാൻ, ലോക്സഭയിൽ സംസാരിക്കാൻ ഇവിടുന്ന് പോകുന്ന ഒരു പ്രേമേന്ദ്രൻ കൂടെ ഉള്ളൂ. പ്രേമേന്ദ്രൻ RSPക്കാരനാണ്, കോൺഗ്രസ്സുകാരനല്ല. പിന്നെ കോൺഗ്രസിനകത്ത് ആരുണ്ട് സംസാരിക്കുന്നത്? ഒരാൾ പോലും സംസാരിക്കാനില്ല. അപ്പോൾ പാർലമെന്റിൽ മുണ്ട് അഴിഞ്ഞു പോയാൽ ഉടുക്കാൻ എണീക്കാൻ മടിക്കുന്ന കുറേ പേരാണ് നമ്മൾ ഇവിടെ തെരഞ്ഞെടുത്തിട്ടിരിക്കുന്നത്. എണീച്ചു പോയ പിന്നെ സ്പീക്കർ ചോദിക്കും എന്തിനാ എണീച്ച്, അപ്പോൾ എന്തെങ്കിലും പറയണ്ടായോ? അതുകൊണ്ട് അങ്ങനെ തന്നെ അവിടെ ഇരിക്കും. ആരെങ്കിലും എണീറ്റ് കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ഉള്ളതിലല്ല, പാർലമെന്റിലെ എല്ലാ മെമ്പർമാരിലും സമർത്ഥന്മാരായ ഒരാളാണ് ശശി തരൂർ. പക്ഷേ ശശി തരൂരിനെ ഇവിടേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ രാഹുൽ ഗാന്ധിയും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡുടെ ദുർബലമായൊരു സ്ഥിതിയിൽ കേരളത്തിലെ NSSൻ്റെ നേതാവും SNDPയുടെ നേതാവും ഒരുപോലെ രമേശ് ചെന്നിത്തലയെ പിന്താങ്ങുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ മുന്നിലുള്ള വഴി കുറച്ചുകൂടി എളുപ്പമാവുകയാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് രമേശ് ചെന്നിത്തല ഈ കൂട്ടത്തിലെ ഏറ്റവും അനുയോജ്യനായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയായിരിക്കും എന്ന കാര്യം തർക്കവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.